ചോദ്യം: അലി റളിയല്ലാഹു അൻഹു എത്രാമത്തെ ഖലീഫയാണ്? ഉത്തരം: നാലാമത്തെ ഖലീഫ. ചോദ്യം: ഖലീഫ സ്ഥാനം ഏറ്റെടുത്തത് എന്ന്? ഉത്തരം: ഹിജ്റ 35 ദുൽഹിജ്ജ 24 വെള്ളിയാഴ്ച. ചോദ്യം: ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടപ്പോൾ അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനോട് എന്തു പറഞ്ഞു? ഉത്തരം: ആര് ഖിലാഫത്ത് ഏറ്റെടുത്താലും അദ്ദേഹത്തിനെതിരിലായിരിക്കും കൊലപാതകം ആരോപിക്കപ്പെടുക. ചോദ്യം: ആദ്യമായി അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്തതാര്? ഉത്തരം: അഷ്തർ. ചോദ്യം: ഖലീഫയായ ഉടനെ അലി റളിയല്ലാഹു അൻഹുവിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളി? ഉത്തരം: ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലയാളികളെ പിടികൂടൽ. ചോദ്യം: അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അനുയായികളും ആയിഷ ബീവിയുടെ അനുയായികളും ഏറ്റുമുട്ടിയ യുദ്ധം? ഉത്തരം: ജമൽ യുദ്ധം. ചോദ്യം: ജമൽ എന്ന നാമകരണത്തിൻ്റെ കാരണം? ഉത്തരം: ജമൽ എന്നാൽ ഒട്ടകം എന്നാണർത്ഥം. ആയിഷ ബീവി യുദ്ധം നിയന്ത്രിച്ചത് ഒട്ടകക്കട്ടിൽ ഇരുന്നായിരുന്നു. ചോദ്യം: തൻ്റെ അനുയായികളെയും കൂട്ടി ആയിഷ ബീവി ഇറാഖിലേക്ക് പുറപ്പെടാനുണ്ടായ പ്രചോദനം? ഉത്തരം: ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരെ പിടികൂടി മുസ്ലിങ്ങൾക്കിടയിൽ സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിക്കുക എന്നത്. ചോദ്യം: ആയിഷ ബീവിയുടെ കമാൻഡർമാർ ആരൊക്കെയായിരുന്നു? ഉത്തരം: ത്വൽഹ റളിയല്ലാഹു അൻ, സുബൈർ റളിയല്ലാഹു അൻ. ചോദ്യം: ഇരുകൂട്ടരും തമ്മിൽ യുദ്ധം തുടങ്ങിയത് എങ്ങനെ? ഉത്തരം: അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അനുയായികളിൽപ്പെട്ട ചില കലാപകാരികൾ സമ്മതമില്ലാതെ ആയിഷ ബീവിയുടെ സംഘത്തെ ആക്രമിച്ചതോടെ. ചോദ്യം: ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ അലി റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത് എങ്ങനെ? ഉത്തരം: അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു: നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വീട്ടിലിരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുമായി യുദ്ധത്തിൽ ഇറങ്ങിയിരിക്കുകയാണോ? ഇത് കേട്ട ത്വൽഹ റളിയല്ലാഹു അൻഹു യുദ്ധം നിർത്തി മടങ്ങി. ചോദ്യം: സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് അലി റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? ഉത്തരം: സുബൈർ, താങ്കൾക്ക് ഓർമ്മയില്ലേ നബിയുടെ പ്രവചനം? ഒരു ദിവസം നിങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധം ചെയ്യുകയും തെറ്റ് നിങ്ങളുടെ ഭാഗത്താവുകയും ചെയ്യുമെന്ന്. ചോദ്യം: അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കേട്ട് സുബൈർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത് എങ്ങനെ? ഉത്തരം: അദ്ദേഹം വാൾ താഴെയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു: ഞാൻ മറന്നത് നിങ്ങൾ ഓർമ്മിപ്പിച്ചു. ചോദ്യം: ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെയും സുബൈർ റളിയല്ലാഹു അൻഹുവിനെയും കൊന്നതാര്? ഉത്തരം: അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തിലെ കലാപകാരികൾ. ചോദ്യം: ആരൊക്കെ തമ്മിലായിരുന്നു സിഫീൻ യുദ്ധം? ഉത്തരം: അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിൽ. ചോദ്യം: സിഫീൻ യുദ്ധം നടന്ന വർഷം? ഉത്തരം: ഹിജ്റ 37. ചോദ്യം: യുദ്ധം അവസാനിപ്പിക്കാൻ സ്വീകരിച്ച പ്രത്യേക നടപടിയുടെ പേര്? ഉത്തരം: തഹ്കീം. ചോദ്യം: തഹ്കീമിൽ മുആവിയ റളിയല്ലാഹു അൻഹു നിയമിച്ച മധ്യസ്ഥൻ? ഉത്തരം: അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻ. ചോദ്യം: അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള മധ്യസ്ഥൻ? ഉത്തരം: അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. ചോദ്യം: ആരാണ് ഖവാരിജുകൾ? ഉത്തരം: തഹ്കീം നടത്താൻ മനുഷ്യർക്ക് അവകാശമില്ലെന്ന് വാദിച്ച് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തിൽ നിന്ന് വിഘടിച്ചവർ. ചോദ്യം: അലി റളിയല്ലാഹു അൻഹുവും ഖവാരിജുകളും തമ്മിൽ യുദ്ധം നടന്ന സ്ഥലം? ഉത്തരം: നെഹ്റുവാൻ. ചോദ്യം: നെഹ്റുവാൻ യുദ്ധം നടന്ന വർഷം? ഉത്തരം: ഹിജ്റ 38. ചോദ്യം: നെഹ്റുവാൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടത് ആര്? ഉത്തരം: ഖവാരിജുകൾ.